അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 55 സങ്കീർത്തനം 22 വാക്യം നമുക്ക് വായിക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഇസ്രയേലിൻ്റെ മധുരഗായകനായ ദാവീദ് തൻ്റെ അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നമ്മുടെ ഭാരം താങ്ങുവാൻ ഒരാൾ ഉണ്ടെന്നുള്ള അറിവ് പോലും മനുഷ്യന് തണുപ്പും ആശ്വാസവും ഉണ്ടാക്കുന്നതാണ്. നിഗളിയെന്ന് അറിയപ്പെട്ടിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരിക്കൽ രാത്രി ഡ്യൂട്ടിയിലുള്ള പട്ടാളക്കാർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അറിയുവാനായി വേഷപ്രച്ഛന്നനായി പട്ടാളക്കാർ ടെൻ്റ് കെട്ടി കാവൽ നോക്കുന്ന ഇടത്തേക്ക് ചെന്നു. ഒരു പട്ടാളക്കാരൻ തൻ്റെ ടെൻറ്റിലിരുന്ന് ഉറങ്ങുന്നത് താൻ കണ്ടുപിടിച്ചു. അവൻ്റെ മുൻപിൽ ഒരു വിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. രാജാവ് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ വിളക്കിനടിയിൽ ഒരു പേപ്പറിൽ എന്തോ കുറിച്ച് വെച്ചിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ വലിയ ഒരു തുക ആ കടലാസിൽ എഴുതി വച്ചിരിക്കുകയാണ്. താൻ ആ തുക പലരിൽ നിന്നും കടം മേടിച്ചതാണ് എന്ന് രാജാവിന് മനസ്സിലായി. ആ കടലാസിൽ ആ പട്ടാളക്കാരൻ്റെ പ്രകാരം എഴുതിയിരിക്കുന്നു, എൻ്റെ ഈ കടഭാരം ആർ കൊടുത്തു തീർക്കും. വളരെ നിരാശനായി ആ പട്ടാളക്കാരൻ ഉറങ്ങുകയാണ്. നെപ്പോളിയൻ ആ കടലാസിൻ്റെ അടിയിൽ എഴുതി വെച്ചത് ഇപ്രകാരമാണ്, ഞാൻ നിൻ്റെ കടങ്ങൾ കൊടുത്തു തീർക്കും. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉപ്പ്. ഉറക്കമുണർന്ന പട്ടാളക്കാരൻ താൻ എഴുതിയ പേപ്പറിൽ നെപ്പോളിയൻ്റെ വരികളും ഒപ്പും കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി. കാരണം നെപ്പോളിയൻ്റെ ഒപ്പിൻ്റെ അടിയിൽ ഒരു വാചകമുണ്ടായിരുന്നു. അതിപ്രകാരമായിരുന്നു, നാളെ രാവിലെ 10 മണിക്ക് നീ എന്നെ വന്ന് കാണണം. തൻ്റെ ജീവൻ പോകുവാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ച് ആ പട്ടാളക്കാരൻ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ തന്നോട് ഹൃദ്യമായി സംസാരിക്കുന്ന നെപ്പോളിയനെയാണ് കണ്ടത്. തന്നെയുമല്ല, താൻ പേപ്പറിൽ കുറിച്ച് വെച്ചിരുന്ന തൻ്റെ കടബാധ്യതയായ വലിയ തുക നെപ്പോളിയൻ ആ പട്ടാളക്കാരൻ്റെ കൈവശം ഏൽപ്പിച്ചു. അവന് സന്തോഷത്തോടെ യാത്രയാക്കി. നിഗളിയും ദൈവഭയമില്ലാത്തവനുമായ നെപ്പോളിയൻ അപ്രകാരം ചെയ്തെങ്കിൽ നാം ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നമ്മെ സഹായിക്കുന്ന, കാവൽ കാക്കുന്ന നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മെ എത്ര അധികമായി സഹായിക്കുമെന്ന് നാം ഓർക്കണം. 55 സങ്കീർത്തനം 22 വാക്യം ദാവീദ് എഴുതുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളും ഭാരപ്പെടുത്തുന്ന സാഹചര്യങ്ങളും എന്തെല്ലാമായിരുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. ശൗൽ രാജാവ് ദാവീദിനെ ദേശത്തെല്ലായിടവും അന്വേഷിച്ച് നടന്നുവെങ്കിലും അവനെ കണ്ടെത്തിയില്ല. ശൗലിൻ്റെ കയ്യിൽ പെടാതിരിക്കുവാൻ ദാവീദും അവൻ്റെ ആളുകളും വളരെ കഷ്ടപ്പെട്ടു. ഒടുവിൽ ദാവീദ് 1 ശമൂവേൽ 27 1 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാനൊരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. ഫിലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോവുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. അവൻ ഫിലിസ്ത്യ ദേശത്ത് ചെന്ന് അഭയം പ്രാപിച്ചു. ആകീഷ് അന്ന് തന്നെ അവന് സിക്ലാഗ് കൽപ്പിച്ചു കൊടുത്തുവെന്ന് 1 ശമൂവേൽ 27 6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വദേശത്ത് താമസിക്കുവാൻ ശൗൽ സമ്മതിച്ചില്ല. എങ്കിലും ഫിലിസ്ത്യ ദേശത്ത് സമാധാനത്തോടെ ജീവിക്കാമെന്ന് ചിന്തിച്ച ദാവീദിന് തെറ്റിപ്പോയി. 1 ശമൂവേൽ 28 1 വാക്യത്തിൽ ആകീഷ് രാജാവ് ദാവീദിനോട് പറയുകയാണ്, നീയും നിൻ്റെ ആളുകളും എന്നോടുകൂടെ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ പോരേണം. ശൗലിനെ കൊല്ലുവാൻ അവസരം ലഭിച്ച ദാവീദ് അവനെ കൊല്ലാതെ വെറുതെ വിട്ടെങ്കിൽ തനിക്ക് അഭയം തന്ന ആകീഷ് പറയുകയാണ്, ശൗലിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോടൊപ്പം വരണമെന്ന്. വരില്ല എന്ന് പറഞ്ഞാൽ ദാവീദിനെയും അവൻ്റെ ആളുകളെയും ഫിലിസ്ത്യർ വകവരുത്തും. ശൗലിനെതിരെ യുദ്ധം ചെയ്യുവാൻ ആകീഷിനോടൊപ്പം പോയാൽ യഹോവയുടെ അഭിഷിക്തനെതിരെ വാളെടുക്കേണ്ടി വരും. എന്ത് ചെയ്യണമെന്നറിയാതെ ദാവീദ് വിഷമിച്ചു. താനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തനിക്ക് ചുമക്കുവാൻ പറ്റാത്ത ഭാരമാണ്. താൻ ഈ പ്രതിസന്ധിയിൽ വളരെ ഭാരപ്പെട്ടെങ്കിലും അവൻ അപ്പോഴും തൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചു. ദൈവമാണ് തൻ്റെ എല്ലാ പ്രതിസന്ധികളിലും സഹായവുമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദൈവം ഈ പ്രാവശ്യവും തന്നെ രക്ഷിക്കുമെന്ന് ദാവീദ് ഉറച്ച് വിശ്വസിച്ചു.
ആഗീശിൻ്റെ ഉത്തരവ് പ്രകാരം ദാവീദും അവൻ്റെ ആളുകളും പിൻപടയിൽ ആഗീശിനോടുകൂടെ യുദ്ധത്തിന് കടന്നു. വലിയ പ്രതിസന്ധിയിൽ ദാവീദ് എത്തിച്ചേരുമായിരുന്നു. എങ്കിലും കർത്താവ് തക്ക സമയത്ത് ഫിലിസ്ത്യ പ്രഭുക്കന്മാരോടും ഇടപെട്ടു എന്ന് 1 ശമൂവേൽ 29 അധ്യായം 3-4 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഈ എബ്രായർ എന്തിന് എന്ന് ചോദിച്ചപ്പോൾ ആഗീശ് ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട്, ഇവൻ ഇസ്രയേൽ രാജാവായ ശൗലിൻ്റെ ഭൃത്യനായിരുന്ന ദാവീദല്ലയോ? ഇത്ര നാളായി, ഇത്ര സംവത്സരമായി അവൻ എന്നോട് കൂടെ പാർക്കുന്നു. അവൻ എന്നെ ആശ്രയിച്ച നാൾ മുതൽ ഇന്നുവരെ ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു. നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുവാൻ അവനെ മടക്കി അയക്കുക. അവൻ നമ്മുടെ കൂടെ യുദ്ധത്തിന് പോരരുത്. യുദ്ധത്തിന് അവൻ നമ്മുടെ ദ്രോഹിയായി തീർന്നേക്കാം. ഈ ആളുകളുടെ തലകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാകുന്നു അവൻ തൻ്റെ യജമാനനെ പ്രസാദിപ്പിക്കുന്നത്? ദൈവമാണ് ദാവീദിൻ്റെ വലിയ പ്രതിസന്ധിയിൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ കൊണ്ട് അപ്രകാരം പറയിച്ചത്. ഉടനെ ദാവീദ് മടങ്ങിപ്പോയി. സ്വയമായൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കാത്ത അവസരങ്ങളിൽ ദൈവത്തെ ആശ്രയിച്ച് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെട്ട ദാവീദ് പറയുകയാണ്, നിൻ്റെ ഭാരവും നിൻ്റെ എല്ലാ ചിന്താകുലങ്ങളും യേശുവിൻ്റെ മേൽ അഥവാ യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. അവൻ നമ്മെ സഹായിക്കും. യുദ്ധമുഖത്തു നിന്നും മടങ്ങിപ്പോയ ദാവീദ് 3-ാം ദിവസം സിഗ്ലാഗിലെത്തി. സിഗ്ലാഗിലെത്തിയ ദാവീദും തൻ്റെ ആളുകളും കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അമാലേക്യർ വന്ന് അവിടെ താമസിച്ചിരുന്ന ദാവീദിൻ്റെയും ആളുകളുടെയും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും അവരുടെ സമ്പത്തുകളെയും കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ഉറക്കെ കരഞ്ഞു. ദാവീദ് വീണ്ടും വലിയ കഷ്ടത്തിലായി. അവൻ്റെ കൂടെയുള്ള ജനം ദാവീദിനെ കല്ലെറിയുവാൻ തുടങ്ങി. എന്നാൽ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദൈവത്തിൻ്റെ അനുവാദത്തോടെ അവനും ആളുകളും ചെന്ന് അമാലേക്യരെ ജയിച്ച് തനിക്ക് നഷ്ടപ്പെട്ട സകലതും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും മടക്കിക്കൊണ്ടുവന്നു. 1 ശമൂവേൽ 30 അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിതെല്ലാം വായിക്കുവാൻ കഴിയും. ഇവിടെയും ദാവീദിൻ്റെ കഷ്ടതയാകുന്ന ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊണ്ട് യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം അവൻ്റെ സകല ഭാരവും ചുമക്കുകയും അവന് ജയം നൽകുകയും ചെയ്തു. നല്ല ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാത്ത വിധം സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? എങ്കിൽ ഓർക്കുക, യേശു കർത്താവ് നല്ല ആലോചനക്കാരനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നവനുമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ യേശുവിനോട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അറിയിക്കാം. അതുപോലെ തന്നെ സർവ്വസമ്പത്തും നഷ്ടപ്പെട്ട വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ഭയപ്പെടേണ്ട, നഷ്ടപ്പെട്ടതെല്ലാം അനേകം മടങ്ങ് മടക്കി തരുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം. അവൻ്റെ മേൽ നമ്മുടെ സകല ഭാരവും വെച്ചുകൊള്ളണം. അവൻ നമ്മെ ചുമക്കുകയും ചുമന്ന് വിടിവിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ തന്നെ കൂട്ടുകാരായി ജീവിക്കുകയും ഒടുവിൽ അവർ തമ്മിൽ ഭാര്യാഭർത്തക്കന്മാരായി തീരുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുകയും ചെയ്ത കുടുംബ സുഹൃത്തുക്കളുടെ കുഞ്ഞുങ്ങളായ ഒരു ആൺകുട്ടിയെക്കുറിച്ചും പെൺകുട്ടിയെക്കുറിച്ചും ലഭിച്ച അറിവ് ഞാനിവിടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹ ദിവസം നിശ്ചയിച്ചതിന് ശേഷം വിവാഹം കഴിയുന്നതിന് മുമ്പേ തന്നെ ആ പെൺകുട്ടി ഒഴുക്കിൽപ്പെട്ട് മരിച്ചുപോയി. അവളുടെ ഭർത്താവ് ആകുവാനിരുന്ന കളിക്കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരിയും വിവാഹ നിശ്ചയം കഴിഞ്ഞവളുമായിരുന്ന അവളുടെ വേർപാടിൻ്റെ ദുഃഖത്താൽ മനോവേദന കൊണ്ട് കഷ്ടപ്പെട്ടു. സ്വസ്ഥത നഷ്ടപ്പെട്ട യൗവനക്കാരൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ മനോവേദനയാൽ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നു. യേശുവേ, അങ്ങ് എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് സമാധാനം തരയണം. അങ്ങ് എനിക്ക് ആശ്വാസം തന്നാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. ആ പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേക്കും യേശു അവന് സമാധാനം കൊണ്ട് നിറച്ചു. ഉടനെ തന്നെ അവനൊരു പാട്ട് പാടിയത് ഇപ്രകാരമാണ്: വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. എന്ത് നല്ലോർ സഖി യേശു എന്ന പാട്ടാണ് അവൻ പാടിയത്. ആ യൗവനക്കാരനാണ് ജോസഫ് സ്ക്രൈവൻ. അവൻ എഴുതിയതാണ് എന്ത് നല്ലോർ സഖി യേശു എന്ന ഗാനം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഹൃദയത്തിൻ്റെ വ്യത അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ജോസഫ് സ്ക്രൈവൻ്റെ ഹൃദയത്തിൻ്റെ വ്യത മാത്രമല്ല, നമ്മുടെ വ്യതയും അവൻ അറിയുന്നു. മറ്റാരോടും പറയുവാൻ കഴിയാത്ത പ്രതിസന്ധി നേരിടുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്?
പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നാം ഓർക്കണം. യെശയ്യാ പ്രവചനം 53 അധ്യായം 3 വാക്യത്തിൽ യേശുവിൻ്റെ പ്രതിസന്ധികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനാണവൻ, മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടവനാണവൻ, രോഗം ശീലിച്ചവനാണവൻ, അവനെ കാണുന്നവരൊക്കെയും മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിതനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അതെല്ലാം അവൻ സഹിച്ചത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണെന്ന് നാം ഓർക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു നമ്മുടെ സകല പാപവും ശാപവും കാൽവരി ക്രൂശിൽ ചുമന്ന് കഴിഞ്ഞു. ഇനി നാം നമ്മുടെ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിത പ്രശ്നങ്ങളാകുന്ന സകല ഭാരവും സകല പാപവും യേശുവിന്മേൽ ഇട്ടുകൊള്ളുക. ജോസഫ് സ്ക്രൈബൻ്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികളെയാണ് ബൈബിൾ നീതിമാൻ അഥവാ വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. നാമും ദൈവവചനമാകുന്ന ബൈബിൾ വായിക്കുകയും അത് വായിക്കുമ്പോൾ അതിൽ നാം അനുസരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ നാമും നീതിമാൻ അഥവാ വിശുദ്ധൻ എന്ന പേരിന് യോഗ്യനായിത്തീരും. അപ്രകാരം നാം ആയി തീരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി സകല കഷ്ടതകളും സഹിച്ച് അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത്. അവൻ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന പിതാവിനോട് നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥത അണയ്ക്കുന്നു. വിശുദ്ധരെ ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. ആകയാൽ നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പാപത്തെ വെറുത്ത് ജീവിച്ചുകൊണ്ട് നിത്യജീവന അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അങ്ങ് കരുണ കാണിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ മേലങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. അവരുടെ ഭാരം അങ്ങ് ചുമക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.